Hello, hi dear friends, welcome to daily one word substitution. അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിങ്ങനെ ഓരോ സെഷനിൽ ഇങ്ങനെ നമ്മളിങ്ങനെ 5 വേർഡ്സ് വീതം നമ്മളിങ്ങനെ നോക്കി പോവുകയാണല്ലേ. ആ വേർഡ്സൊക്കെ നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്ത് ഇതുവരെ നമ്മൾ നോക്കിയ ആ വേർഡ്സൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടൊക്കെ ഉണ്ടാവും അല്ലേ. യെസ്, നിങ്ങളങ്ങനെ കുറേ ആൾക്കാരുടെ നടുക്ക് നിങ്ങളങ്ങനെ ഒരു യമണ്ടൻ ഇംഗ്ലീഷ് വേർഡ്സൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഒരു ഗമ കാണിക്കണേ അല്ലേ. അങ്ങനത്തെ നല്ല നല്ല എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. യെസ്, അപ്പോൾ അതേപോലെ ഇനിയും നമുക്ക് കുറേ ആൾക്കാരോട് ഗമ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ എക്സാമിനും യൂസ്ഫുള്ളാണ്, നമ്മുടെ ഡെയിലി ലൈഫിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ അടിപൊളി വൺ വേർഡ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോണ ഫസ്റ്റ് വൺ വേർഡ് എന്താണ്? എ ബേബി ക്യാരിയേജ്. എ ബേബി ക്യാരിയേജ്, അതായത് കുട്ടികളെ നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന ആ ഉന്തുവണ്ടി കണ്ടിട്ടില്ലേ? ഇങ്ങനെ നമ്മൾ കുട്ടികളെ നമ്മളിങ്ങനെ ഒരു ട്രോളി പോലെ നമ്മൾ കുട്ടികളവിടെ കുഞ്ഞുങ്ങളതിൽ ഇരുത്തി നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു ഉന്തുവണ്ടി അല്ലേ. അതിന് നമ്മൾ എന്താണ് പറയാം? പെരംബലേറ്റർ എന്നാണ് നമ്മളതിനെ പറയാം. പെരംബലേറ്റർ. ഓക്കെ, പെരംബലേറ്റർ. ഇനി അപ്പോൾ എന്താണ്? കുട്ടികളെ നമ്മൾ പോകുന്ന ആ കുഞ്ഞുങ്ങളെ ഉന്തിക്കൊണ്ട് പോകുന്ന ആ വണ്ടിക്ക് നമ്മൾ പറയണ പേരെന്താണ്? പെരംബലേറ്റർ. ഇനി നെക്സ്റ്റ് വേർഡ് മിസ്അപ്രോപ്രിയേഷൻ. ഓഫ് മണി. അതായത് ഇപ്പം നമ്മളൊരാളുടെ കയ്യിൽ നമ്മൾ കുറച്ച് പൈസ ഏൽപ്പിച്ചു, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ തൽക്കാലം കയ്യിൽ വെച്ചോ, വാട്ട് എവർ ഇറ്റ് മേ ബി, അല്ലെങ്കിൽ അവർ വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കാനോ ഒരാളുടെ കയ്യിൽ നമ്മൾ പൈസ ഏൽപ്പിച്ചു. ആ ആൾ ആ പൈസ അപഹരിച്ചു, ആ പൈസ അടിച്ചു മാറ്റി. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രവൃത്തി മിസ്അപ്രോപ്രിയേഷൻ ഓഫ് മണി. അതായത് മണി നമ്മൾ പറഞ്ഞ കാര്യത്തിനല്ല അവർ ഉപയോഗിച്ചത്, പകരം അവരത് അടിച്ചു മാറ്റി, അല്ലെങ്കിൽ അവരത് അപഹരിച്ചു, ഓക്കെ, അല്ലെങ്കിൽ അവരത് കൈയടക്കി. ആ ഒരു മീനിങ്ങിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വൺ വേർഡ് എന്താണ്? എംബസൽമെൻറ്റ്. എന്താണ് വേർഡ്? എംബസൽമെൻ്റ് ആണ്. യെസ്, അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ പൈസ കൊടുത്തിട്ട് വേറൊരാൾക്ക് നിങ്ങളൊന്ന് കൊടുത്തേക്കാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരങ്ങനെ അടിച്ചു മാറ്റുവാണെങ്കിൽ, അങ്ങനെ അടിച്ചു മാറ്റാതിരിക്കട്ടെ, അങ്ങനെ അവർ അടിച്ചു മാറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിന് നമുക്ക് എന്ത് പറയാം? എംബസൽമെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എ പേഴ്സൺ വിത്ത് imaginary ailments or symptoms. ഇത് എസ് ആണ്. സിംറ്റംസ്, അതായത് ഒരു മനുഷ്യന് അവന് ശരിക്കും അസുഖം ഇല്ല, പക്ഷേ അവനങ്ങനെ തോന്നണതാണ്, അവനങ്ങനെ ആ അസുഖമുണ്ട്, ആ അസുഖത്തിൻ്റെ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവനിപ്പം പനിയില്ല അല്ല, പക്ഷേ അവന് തോന്നുവാണ് ഓക്കെ അവൻ്റെ ബോഡിക്ക് അവന് ടെമ്പറേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കൈയും കാലൊക്കെ അവന് വേദനയുണ്ട്. സോ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക്, പക്ഷേ അവന് ഹാർട്ട് അറ്റാക്ക് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഹാർട്ട് പെയിൻ, അവന് നെഞ്ചുവേദന ഇല്ല, പക്ഷേ അവൻ അതിൻ്റെ സിംറ്റംസ് ഉള്ള പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള പോലെ, അതിൻ്റെ ലക്ഷണങ്ങളുള്ളതുപോലെ അവന് തോന്നുവാണെങ്കിൽ, അങ്ങനെയുള്ള ആ ഒരു ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോകോൺഡ്രിയാക്. അവന് അസുഖം ഇല്ല, പക്ഷേ ആ അസുഖത്തിൻ്റെ സിംറ്റംസും ബാക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുപോലെ അവന് തോന്നുവാണ്. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹൈപ്പോകോൺഡ്രിയാക്. ഇന്ന് നമ്മൾ നോക്കാൻ പോണ നെക്സ്റ്റ് വേർഡാണ് ലാക്കിംഗ് വിഗർ ഓർ എഫക്റ്റീവ്നെസ്. യെസ്, അതായത് എന്താ പറയുക, ഒരു ഉന്മേഷമില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒരു എനർജി ഇല്ലാത്ത പോലെ,
അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ്നെസ് ഇല്ല. ഇപ്പോൾ ഒരാളെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളൊരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു എന്താ പറയുക, ഒരു എനർജി ഇല്ല, അതിലൊരു ഉത്സാഹമില്ല, ഒരു എഫക്റ്റീവ്നെസ് ഇല്ല. സോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന വൺ വേർഡ് എന്താണ്? ഫ്ലാക്സിഡ്. FLACCID, ഫ്ലാക്സിഡ്. ഓക്കെ, ഒരു എനർജി ഇല്ല, അല്ലെങ്കിൽ ഒരു ഉന്മേഷം ഇല്ല, ഒരു എഫക്റ്റീവ്നെസ് ഇല്ല. ഓക്കെ, ആ ഒരു വിഗർ അല്ലെ, ഒരു ആവേശമില്ല. സോ അങ്ങനത്തെ മീനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റുന്ന വൺ വേർഡ് എന്താണ്? ഫ്ലാക്സിഡ്. ഇനി നെവർ ഫെയിലിംഗ് അല്ലെങ്കിൽ ഓൾവേസ് എഫക്റ്റീവ്. എപ്പോഴും അത് ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ അവന് തോൽവിയേ വരാറില്ല, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും അവനത് എഫക്റ്റീവായ രീതിയിലാണ് അവൻ ചെയ്യാറ്. അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്താലും അതിനെപ്പോഴും ഒരു നല്ല റിസൾട്ടാണ്. ഒരിക്കലും അതിലൊരു നെഗറ്റീവായൊരു റിസൾട്ട് വന്ന് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഫെയിലാവാത്ത, എപ്പോഴും ഒരു ഗുഡ് റിസൾട്ട് കിട്ടുന്ന, എഫക്റ്റീവായ ഒരു റിസൾട്ട് കിട്ടണം. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ഇൻഫാലിബിൾ. INFALLIBLE, ഇൻഫാലിബിൾ. ഓക്കെ, ഇൻഫാലിബിൾ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 വൺ വേർഡ്സ്. അതായത് നമ്മളിൽ നിന്ന് നോക്കിയ 5 വൺ വേർഡ്സ് ഏതൊക്കെയാണ്? അതായത് കുട്ടികളെ ഉന്തണ വണ്ടിക്ക് നമ്മൾ എന്താ പറയുക? പെരമ്പലേറ്റർ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ, ഫ്രണ്ട്സിൻ്റെ, നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളെ എങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന ആ സാധനം കാണുമ്പം നിങ്ങളിനി കുഞ്ഞു കുട്ടികളെ ഉന്തണ സാധനം എന്ന് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് പറയാം? പെരമ്പലേറ്റർ എന്ന് നിങ്ങൾക്ക് പറയാം. ഇനി ഒരാളൊരു എനർജി ഇല്ലാതെ, ഒരു എഫക്റ്റീവായ രീതിയിലല്ല നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഫ്ലാക്സിഡ്. ഒരിക്കലും തോൽവി പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും തെറ്റാത്ത, ഒരിക്കലും അതൊരു തെറ്റാവില്ല, എന്ത് ചെയ്താലും അത് ശരിയായിരിക്കും, അതിനൊരു ഗുഡ് റിസൾട്ട് ആയിരിക്കും, അതിനൊരു എഫക്റ്റീവായ ഒരു ഔട്ട്കം ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ് എന്താണ്? ഇൻഫാലിബിൾ. യെസ്. ഇനി നമ്മൾ ഒരാളുടെ കയ്യിൽ കൊടുത്ത പൈസ അത് അടിച്ചു മാറ്റി, അവരത് അപഹരിച്ചു. സോ ആ ഒരു മീനിങ്ങിൽ നമുക്ക് എന്ത് പറയാം? എംബെസൽമെൻറ്റ്. എംബെസൽ എന്ന് പറഞ്ഞാൽ ആ അടിച്ചു മാറ്റണം, ആ പരിപാടിയുടെ വെർബാണ് എംബെസൽ. ഓക്കെ, എംബെസൽമെൻറ്റ് എന്ന് പറയുന്നത് നൗണാണ്. ഇനി ഒരു മനുഷ്യന് അവന് ശരിക്കും അസുഖം ഇല്ല, പക്ഷെ അവന് അതിൻ്റെ സിംറ്റംസ് ഉള്ള പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, അവന് അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ള പോലെയൊക്കെ അവനൊരു ഇമാജിനേഷനാണ്, അങ്ങനെ അവന് തോന്നുകയാണ്. സോ ആ ഒരു സംഭവത്തിന് ആ ഒരു മിഥ്യാധാരണയാണ് അവന്. ഓക്കെ, അവന് രോഗാവസ്ഥ, ഒറിജിനലി അവന് രോഗമില്ല, പക്ഷേ ആ മിഥ്യാധാരണയാണ് അവന് രോഗമുള്ള പോലെ. സോ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ഹൈപ്പോകോൺട്രിയാക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ചെറിയ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സെഷൻ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ ഇനി വീണ്ടും ഇതേപോലെ അടിപൊളി 5 വൺ വേർഡ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.